പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളൊക്കെ വളരെ ഉദ്യോഗപൂർവ്വം കാത്തിരുന്ന, വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിഷയമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമോ എന്നുള്ളതിൽ. ഇന്നലെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത കാന്തപുരം വിഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി യമൻ അധികൃതരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സനയിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിൽ തീരുമാനമായതായാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വധശിക്ഷ നടപ്പാക്കണമെന്നും പുതുക്കിയ തീയതി തീരുമാനിക്കണമെന്നും തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ പക്ഷേ പോസ്റ്റ് ഇടുകയും ചെയ്തു. ഇത് യമനിൽ തുടരുന്ന സന്നദ്ധ പ്രവർത്തകൻ സാമുവൽ ജെറോം പങ്കുവച്ചിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മകളും ഭർത്താവും യമനിലെത്തിയിട്ടുണ്ട്. ദീപക് മലയമ്മയും PR സുനിലും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക് മലയമ്മ, ഗുഡ് മോർണിംഗ്. ദീപക്, ഗുഡ് മോർണിംഗ്. PR സുനിൽ. ദീപക് മലയമ്മ, ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടോ ഇപ്പോൾ? ഇന്നലെ രാത്രിയിൽ കാന്തപുരം വിഭാഗത്തിൻ്റെതായി വന്ന വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. അതിൽ തന്നെ ചില രേഖകളും അവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. മധ്യസ്ഥ ശ്രമങ്ങൾ ഫലം കണ്ടു എന്ന മട്ടിലാണ് കാന്തപുരം വിഭാഗം പ്രതികരിച്ചത്. എന്നാൽ കേന്ദ്രം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. സാമുവൽ ജെറോം ആണെങ്കിൽ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരാശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ ദീപക്? വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതായിരുന്നു കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചത്. ഇന്നലെ വൈകുന്നേരം ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നതനുസരിച്ച് വധശിക്ഷ മരവിപ്പിച്ചേക്കും അല്ലെങ്കിൽ റദ്ദാക്കിയേക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണമാണ് നൽകുന്നത്. പക്ഷേ ആ കാര്യത്തിൽ കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്നത് കൃത്യമായി സനയിൽ വെച്ച് ഇത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യമനിലെ പണ്ഡിത ശ്രേഷ്ഠരുമായി നേരത്തെ തന്നെ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഉമർ ഖലീഫ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കുകയും അക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന നയതന്ത്ര വിദഗ്ധർ ഉൾപ്പെടെ അക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. നോർത്തേൺ യമനിലെ ഉദ്യോഗസ്ഥ തലത്തിൽ അടക്കം ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ആ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷേ ഈ കാര്യം ഒരു ഇടപെടൽ നടത്തിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് കാന്തപുരത്തിന്റെ ഓഫീസിന് കൃത്യമായി പറയാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും മറുവശത്ത് തലാലിന്റെ സഹോദരൻ അതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് നടത്തുന്നത്. വധശിക്ഷ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീയതി കുറിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് അറ്റോർണി ജനറലിന് അദ്ദേഹം കത്തെഴുതിയത് അത് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാദേശികമായി അവിടെ മറ്റൊരു വികാരം ഉടലെടുക്കുന്ന സാഹചര്യം നേരത്തെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് യൂത്തിന്റെ ഭാഗത്തടക്കം അത്തരത്തിൽ ഇടപെടലുകൾ വധശിക്ഷ നടപ്പിലാക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് തലാലിന്റെ സഹോദരന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എന്നാൽ കുടുംബത്തിൽ നിന്ന് ഇത്തരത്തിൽ ദിയാദനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുകൂലമായ ചില മറുപടികൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വധശിക്ഷ റദ്ദാക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആ ചർച്ചയുടെ വിശദാംശങ്ങളാണ് കാന്തപുരത്തിന്റെ ഓഫീസ് നിലവിൽ പുറത്തേക്ക് വിട്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും. PR സുനിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. PR സുനിൽ, ഗുഡ് മോർണിംഗ്. PR സുനിൽ, ഇന്നലെ കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്ന് ആ വാർത്ത വരുമ്പോൾ നമുക്കൊക്കെ വലിയ ആശ്വാസമായിരുന്നു, വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഈ വിവരം ഇപ്പോൾ കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. മാത്രമല്ല ഈ യമനിലുള്ള പൊതുപ്രവർത്തകനായ സാമുവൽ ജെറോമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം ഈ ഒരു വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നത്. മാത്രമല്ല ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ മെഹദി നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് നൽകി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ സാമുവൽ ജെറോം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അവ്യക്തതകൾ പരക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോടെയാണ് കാന്തപുരത്തിന്റെ ഓഫീസ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്നുള്ള വിവരം അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്തൊക്കെ തന്നെ കാന്തപുരത്തിന്റെ ഓഫീസ് പുറത്തുവിടുകയും ചെയ്തു. വലിയ ആശ്വാസകരമായ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമാണ് ഇന്നലെ പുറത്തു വന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അതിന് വിരുദ്ധമായ വിവരങ്ങളാണ്. അപ്പോൾ ഏതാണ് വിശ്വസിക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ അവ്യക്തത തുടരുന്നുണ്ട്. ഒരാഴ്ച മുൻപ് ഡോക്ടർ KA പോൾ എന്ന ഒരു പാസ്റ്ററിന്റേതായ ഒരു റിപ്പോർട്ട് എല്ലാ വാർത്താ ഏജൻസികളിലും വന്നിരുന്നു. ആ റിപ്പോർട്ട് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ പോകുന്നു എന്നതായിരുന്നു. അപ്പോൾ ഒരുപാട് പേർ ഈ വിഷയത്തിൽ യമനിൽ ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൃത്യമായ ഔദ്യോഗിക വിവരം വരേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാർ ഏതായാലും ഈ വധശിക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഇക്കാര്യം പരിശോധിച്ച് അഭിപ്രായം പറയാം എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്.
ഓക്കെ പിയാസുൽ, നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഈ വിഷയത്തിൽ എന്തോ ഒരു കൺഫ്യൂഷനാണ് നിലനിൽക്കുന്നത്. പല ക്യാമ്പുകളിൽ ചില ആളുകൾ പാര വയ്ക്കുന്നു, ചില ആളുകൾ ഇതിനെ പിന്തുണയ്ക്കുന്നു. കേരളത്തിൽ ചില ആളുകൾ നിമിഷപ്രിയയുടെ രക്തം കുതിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞ് താണ്ഡവ നൃത്തമാടുന്നു. ഇതൊക്കെ അവർ നിരീക്ഷിക്കുകയും ഈ വാർത്തകളൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും പക്ഷത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നിമിഷപ്രിയയുടെ മോചനം എത്രയും വേഗം സാധ്യമാക്കണം. അവർ ചെയ്ത കുറ്റത്തിന് ഇതിനകം തന്നെ അവർ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരാളുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുറവിളി നടത്തുമ്പോൾ, അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഹോദരി വിദേശ രാജ്യത്ത് ഇങ്ങനെ കഴിയുമ്പോൾ അതിനകത്ത് ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും കാര്യങ്ങളിൽ വ്യക്തത വരട്ടെ. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ ആയപ്പോൾ ആ പ്രതീക്ഷ ഇപ്പോൾ ഈ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാണുമ്പോൾ വീണ്ടും ആശയക്കുഴപ്പത്തിലാവുന്നു. യഥാർത്ഥത്തിൽ വധശിക്ഷ റദ്ദ് ചെയ്തിട്ടുണ്ടോ, അതിനുള്ള നീക്കങ്ങൾ നടക്കുകയാണോ, തിരിച്ച് സഹോദരൻ്റെ കത്ത് അവിടെ വലിയ പാരയായി തീരുമോ, ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ആ കുടുംബത്തോട് നമുക്ക് പറയാനുള്ളത്, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. ഒരു മകളും ഭർത്താവും അമ്മയും ഒക്കെ ഇപ്പോൾ യമനിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്.